രുചിക്കൂട്ടുകൾ കൊണ്ട് വിസ്മയം തീർത്ത് പോന്തൻസ് ഗ്രൂപ്പിന്റെ ഗ്രീൻവേ റെസ്റ്റോറന്റ് ചാലിയാറിന്റെ മണ്ണിൽ വിജയകരമായി മുന്നേറുന്നു. ഇന്നോളം രുചിച്ചിട്ടില്ലാത്ത സ്വാദിന്റെ വേറിട്ടൊരു അനുഭവം ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു. എല്ലാം ഞങ്ങളുടെ കലാത്മകമായി സജ്ജീകരിച്ച ഹട്ടുകളിൽ അർപ്പണബോധമാർന്ന സേവനങ്ങളോടെ അറേബ്യൻ, ഇന്ത്യൻ, ചൈനീസ് വിഭവങ്ങൾക്ക് പുറമെ ഫിഷ് വിഭവങ്ങൾ ഞങ്ങളുടെ സ്വന്തം യൂണിറ്റിൽ നിന്നും ലൈവായി പിടിച്ച് പാചകം ചെയ്തു തരുന്നു. നിങ്ങളുടെ പ്രൈവസി മുന്നിൽ കണ്ട് പ്രത്യേകം സജ്ജമാക്കിയ ഹട്ടുകൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ഏവരെയും ഞങ്ങൾ ഈ ഭക്ഷ്യവൈവിധ്യങ്ങളുടെ മാസ്മര ലോകത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. ഗ്രീൻവേ വെജ് ആൻഡ് നോൺ വെജ് റെസ്റ്റോറന്റ്, അകമ്പാടം റോഡ്, നിയർ അമൽ കോളേജ്, മയിലാടി. ജില്ലയിൽ 6,45,755 വോട്ടർമാർ നാളെ ബൂത്തിലേക്ക്. രാവിലെ 7 മണിക്ക് വോട്ടെടുപ്പ് തുടങ്ങും. വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ബുധനാഴ്ച നടക്കും. മലപ്പുറം ജില്ലയിലെ ഏറനാട്, നിലമ്പൂർ, വണ്ടൂർ നിയോജക മണ്ഡലങ്ങൾ കൂടി ഉൾപ്പെടുന്നതാണ് വയനാട് പാർലമെന്റ് മണ്ഡലം. ഈ 3 മണ്ഡലങ്ങളിലെ 6,45,755 പേരാണ് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. ഇവരിൽ 3,20,214 പേർ പുരുഷന്മാരും 3,25,535 പേർ സ്ത്രീകളും 6 പേർ ട്രാൻസ്ജെൻഡർ വിഭാഗക്കാരുമാണ്. വോട്ടെടുപ്പിനുള്ള മുഴുവൻ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് പോളിംഗ്. പുലർച്ചെ 5:30 മോക്ക് പോളിംഗ് ആരംഭിക്കും. വോട്ടിംഗ് യന്ത്രങ്ങൾ ഉൾപ്പെടെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ചൊവ്വാഴ്ച പൂർത്തിയായി. ഏറനാട് നിയോജക മണ്ഡലത്തിലെ ബൂത്തുകളിലേക്കുള്ള സാമഗ്രികൾ മഞ്ചേരി ചുള്ളിക്കാട് GUP സ്കൂളിലും നിലമ്പൂർ ഏറനാട് മണ്ഡലങ്ങളിലേത് നിലമ്പൂർ അമൽ കോളേജിലുമാണ് പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് വിതരണം ചെയ്തത്. വോട്ടെടുപ്പിന് ശേഷം ഇതേ കേന്ദ്രങ്ങളിലാണ് വോട്ടിംഗ് യന്ത്രങ്ങൾ തിരികെ എത്തിക്കുക. തുടർന്ന് രാത്രിയോടെ തന്നെ നിലമ്പൂർ അമൽ കോളേജിലെ സ്ട്രോങ് റൂമിലേക്ക് മാറ്റും. പോളിംഗ് സാമഗ്രികൾ ഏറ്റുവാങ്ങിയ ഉദ്യോഗസ്ഥർ പ്രത്യേക വാഹനങ്ങളിൽ അതത് പോളിംഗ് സ്റ്റേഷനുകളിലെത്തി ബൂത്തുകൾ സജ്ജീകരിച്ചു വരികയാണ്. 25 ഓക്സിലറി ബൂത്തുകൾ ഉൾപ്പെടെ ആകെ 595 പോളിംഗ് സ്റ്റേഷനുകളാണ് ജില്ലയിലുള്ളത്. എല്ലാ ബൂത്തുകളിലും റാമ്പ്, ശുചിമുറി, കുടിവെള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വനിതാ ഓഫീസർമാരുടെ മേൽനോട്ടത്തിൽ 9 പോളിംഗ് സ്റ്റേഷനുകളും 9 മാതൃകാ പോളിംഗ് ബൂത്തുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും വോട്ടെടുപ്പ് നടപടികൾ വെബ്കാസ്റ്റിംഗ് നടത്തുന്നുണ്ട്. 16 മേഖലകളിലായി 26 പ്രശ്ന സാധ്യതാ ബൂത്തുകളാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇവിടങ്ങളിൽ അധിക സുരക്ഷ ഒരുക്കി. ഏറനാട് 5ഉം നിലമ്പൂരിൽ 17ഉം വണ്ടൂരിൽ 4ഉം പ്രശ്ന സാധ്യതാ ബൂത്തുകളാണുള്ളത്. പോളിംഗ് നിരീക്ഷിക്കുന്നതിനുള്ള കൺട്രോൾ റൂമും വെബ്കാസ്റ്റിംഗ് കൺട്രോൾ റൂമും കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. 3 മണ്ഡലങ്ങളിലുമായി റിസർവ് ഉൾപ്പെടെ 1424 ബാലറ്റ് യൂണിറ്റുകളും 712 കൺട്രോൾ യൂണിറ്റുകളും 772 VVPATകളും വോട്ടെടുപ്പിന് ഉപയോഗിക്കും. റിസർവിലുള്ളവർ ഉൾപ്പെടെ 2975 ഉദ്യോഗസ്ഥരെയാണ് പോളിംഗ് ചുമതലകൾക്ക് നിയോഗിച്ചിട്ടുള്ളത്. ഓരോ പോളിംഗ് സ്റ്റേഷനിലും 4 വീതം ഉദ്യോഗസ്ഥരാണ് ഉണ്ടാവുക. 1300-ലധികം വോട്ടർമാരുള്ള ബൂത്തുകളിൽ ഒരു പോളിംഗ് ഓഫീസറെ അധികമായി നിയോഗിക്കും. ഇതിനു പുറമെ 67 സെക്ടർ ഓഫീസർമാർ, 26 മൈക്രോ ഒബ്സർവർമാർ, 570 BLOമാർ, 182 റൂട്ട് ഓഫീസർമാർ, 54 സ്ക്വാഡ് ലീഡർമാർ എന്നിവരും ചുമതലകളിലുണ്ടാകും. സുരക്ഷാ ചുമതലകൾക്കായി 2500 പോലീസ് ഉദ്യോഗസ്ഥരെയും 2 കമ്പനി കേന്ദ്ര സേനയെയും 3 കമ്പനി സായുധ ബറ്റാലിയൻ സേനാംഗങ്ങളെയും വിന്യസിച്ചിട്ടുണ്ട്. N4 ന്യൂസ്, നിലമ്പൂർ. കിഴക്കൻ ഏറനാടിന്റെ മലയോര മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല. ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ 1000-ൽ പരം തിമിര ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ്. അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു. തിമിര ശസ്ത്രക്രിയ, വെട്രിയോ റെറ്റിന, കോർണിയ, പീഡിയാട്രിക് ഒപ്തൽമോളജി, ഗ്ലൂക്കോമ, ജനറൽ ഒപ്തൽമോളജി, ഓപ്പറേഷൻ തിയേറ്റർ, ലാബ്, ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഒപ്റ്റിക്കൽ വിഭാഗം, വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും. ദിവസവും രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ. ടെക്ടോണ ഐ ഹോസ്പിറ്റൽ, ഊട്ടി റോഡ്, നിലമ്പൂർ, ചന്തക്കുന്ന്. ഫോൺ 9605221501, 0493 122 1501.